അങ്ങനെ വെറുത്ത ഡേക്ക് കറങ്ങാൻ പോവുക. വെറുത്ത ഡേക്ക് ഇവർക്കൊക്കെ ബർത്ത്ഡേ, എനിക്ക് വെറുത്ത ഡേ. വെറുത്ത 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 ഡേ. മറ്റേ ഒരു കോമഡി കണ്ടീനോ? അണ്ണാ ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു എന്ന് പറഞ്ഞു ഞാന്. ഹാപ്പി 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 ബർത്ത്ഡേ ടു യു. അതാണെങ്കിൽ എപ്പോഴാ പറയാ? അപ്പൊ അങ്ങനെയാണ് ഹാപ്പി ബർത്ത്ഡേ ടു യു. തിരിച്ചിട്ടാലും മറിച്ചിട്ടാലും ഒരേ അക്കമായി വന്നു ഗൈസ്. ഈ വയസ്സ് തിരിച്ചിട്ടാലും മറിച്ചിട്ടാലും ഒരേ അക്ക. കിളവിയായി ടെങ്കിട്ടെ. എന്റെ പഠിച്ചോനെ, പണ്ടൊക്കെ 30ന്റെ മേലോട്ടുള്ള ആൾക്കാർ ആന്റിമാരായിരുന്നു. ഇന്ന് ആരെങ്കിലും ആന്റിയെ നിൽക്കുമ്പോ പറയും വേണ്ട കുഞ്ഞെ, ചേച്ചിയെ വിളിച്ചാൽ പൊന്നു. അപ്പൊ ഏതായാലും ഞങ്ങൾ പോകുന്നത് സുൽത്താൻ ബത്തേരി. ജീവിതത്തിന്റെ കാഭാഗം കഴിഞ്ഞു. പകുതിയെന്നും പറയാനില്ല, ഭാഗം കഴിഞ്ഞിട്ട് ഒരു മനുഷ്യനേറി ഇപ്പോഴത്തെ കാലത്ത് ഒരു 50 വയസ്സാണ്. അപ്പേക്ക് ഫ്യൂസ് അടിച്ചു പോകും ഇല്ലേ? 50 വയസ്സൊക്കെ ആകുമ്പോഴേക്ക് എത്ര ആൾക്കാർക്ക് അറ്റാക്ക് വന്ന് ചത്തു പോകുന്നത്. ഞാൻ എന്തായാലും അമ്മച്ചിക്ക് 55ന്റെ മുകളിലോട്ടായിടാ. നല്ല കിളവിയല്ലേ അത്? മേക്കപ്പിന്റെ പുറത്ത് നിൽക്കുന്നതല്ലേ. പിന്നെ ഇതെന്തിനാണ് ഈ തള്ളനെ വാച്ച് ചെയ്ത് നടക്കുന്നത്? പിന്നെ ഞങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായില്ലേ, ഞങ്ങള് നോക്കണമെന്നില്ല, ആരെങ്കിലും ഇങ്ങനെ മെസ്സേജ് അയച്ചോളും. അപ്പൊ അതന്നെ. ഇപ്പൊ എന്നെയൊക്കെ സംബന്ധിച്ചെന്ന് വെച്ചാൽ എന്തായാലും അറ്റാക്കിന്റെ പുറത്തായിരിക്കും നമ്മുടെയൊക്കെ അന്ത്യം എന്നുള്ളത് ഉറപ്പുള്ള കാര്യമാണ്. കാരണം അമ്മ വീട്ടുകാരും വാപ്പ വീട്ടുകാരും അറ്റാക്കുകാരാണ്. എല്ലാവരും ഓൾമോസ്റ്റ് എല്ലാവരും അറ്റാക്കായിട്ട് മരിച്ച ആൾക്കാരാണ്. അപ്പോൾ ഞാനൊക്കെ ഒരു 55 ആകുമ്പോഴേക്കും ഫ്യൂസ് അടിച്ചു പോകും. കാരണം എന്താ വെച്ചാൽ ഇപ്പം തന്നെ എനിക്ക് നല്ല തടിയുണ്ട്. എന്നോട് തടി വെക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. 72 കിലോ ഉണ്ട് മക്കളെ. ഞാൻ 62 വന്ന് ഇപ്പം എത്ര പെട്ടെന്ന് ഞാൻ 72ലേക്ക്. അങ്ങനെയാണ് സംഭവം. ഏതായാലും ബർത്ത്ഡേ ആഘോഷിക്കാൻ ബർത്ത്ഡേക്ക് ഞങ്ങൾ എൻ്റെ കൂട്ടുകാരിയുടെ വീട്ടിൽ പോവുകയാണ്. അവളെ ഞാൻ വിളിച്ചും കൂടി നോക്കിയില്ല. അവൾ അവിടെ ഉണ്ടോ ആവോ തമ്പുരാൻ അറിയാം. ഇല്ലെങ്കിൽ എവിടെയെങ്കിലും റിസോർട്ടിൽ റൂം എടുക്കണം. ദാറ്റ്സ് ഓൾ. അത്രേ. നമ്മൾ പോരാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് കയറുന്ന പരിപാടിയില്ല. റിസോർട്ടിൽ പോവുക, റൂം എടുക്കുക, ആടെ കൂട്ടിരിക്കുക അല്ലേ? അത്ര തന്നെ. നീ അതാക്കിയതാണോ എന്നൊരു സംശയോ? എന്റെ പൊന്നെ, എവിടെ കാണും മാമന്റെ മക്കളെ. അപ്പൊ അങ്ങനെയാണ്. ഏതായാലും ബൈ പറയാണ്. പിള്ളേരുണ്ട് കേട്ടോ എന്റെ കൂടെ. മോനെ മോളെ, ഓ ഞാനൊരു കാര്യം പറഞ്ഞിട്ടെ. ഞാൻ സ്വന്തമായിട്ട് വാങ്ങിയ എൻ്റെ ടീഷർട്ട് സ്വന്തമായിട്ട് എടുക്കാൻ ശ്രമിച്ച ലവളുമാരൊക്കെ ഇവിടെ ഉണ്ട് ഇല്ലേ മോളെ? ഇനി അങ്ങനെ വിചാരിക്കാവോ എനിക്ക് ഉണ്ടാക്കാനുള്ള ടീഷർട്ട്? ഇതൊക്കെ പന്ത് അല്ലേ? ബൈ ബൈ.